ചെവിയിലെ ചെപ്പി അഥവാ ചെവിക്കായം എങ്ങനെ മരുന്നുകൾ ഉപയോഗിച്ച് നീക്കം ചെയ്യാം എന്നുള്ള വീഡിയോയുടെ താഴെ ഒരുപാട് സംശയങ്ങൾ. ഇതിലേത് മരുന്നാണ് ഏറ്റവും നല്ലത്? എത്ര ദിവസം ഇത് തുടർച്ചയായിട്ട് ഉപയോഗിക്കണം? മരുന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് തനിയെ പുറത്തേക്ക് വരുമോ? ഇത്തരം സംശയങ്ങൾക്ക് മറുപടി നൽകാനായി നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. ഞാൻ അതിൽ പറഞ്ഞ മരുന്നുകൾ കൂടാതെ ചില സാധനങ്ങളും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ചോദിക്കുന്ന ഉപ്പുവെള്ളം ഒഴിച്ചാൽ ചെവിയിൽ നിന്ന് വാക്സ് അലിഞ്ഞു പോകുമോ? അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് ടെസ്റ്റ് ട്യൂബിലേക്ക് ഒഴിച്ച് വാക്സ് അലിയിക്കുന്ന അതിൻ്റെ രീതി കാണാം. വാക്സിന് സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്താണെന്നറിയാം. അവസാനം ഒരു 5 മുതൽ 7 ദിവസം കഴിയുമ്പോൾ ഏത് മരുന്നാണ് വാക്സിനെ കൃത്യമായിട്ട് അലിയിക്കുന്നതെന്നും നമുക്ക് നോക്കാം. ഞാൻ ഡോക്ടർ പെബീത, കോഴിക്കോട് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ENT സർജനാണ്. ഈ ഒരു എക്സ്പെരിമെൻറ്റിനായിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്സ് എന്നെ സ്ഥിരമായിട്ട് കാണിക്കുന്ന കുറച്ച് രോഗികൾ സന്തോഷത്തോടു കൂടി തന്നതാണ്. ഈ വീഡിയോ കണ്ടിരിക്കുന്ന ആ ഒരു പേഷ്യൻസിന് അറിയാം ഇതാരൊക്കെയാണ് ഈ വാക്സ് ഈ എക്സ്പെരിമെൻറ്റിന് വേണ്ടി തന്നിട്ടുള്ളതെന്ന്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇതിനായിട്ട് ഏതൊക്കെ മരുന്നുകളാണ് ഉപയോഗിക്കുന്നതെന്നനുസരിച്ച് ഓരോ ടെസ്റ്റ് ട്യൂബും ലേബൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തേത് ഒലിവ് ഓയിലാണ് ഒഴിക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഉള്ളത് ഹൈഡ്രജൻ പെറോക്സൈഡ്, പിന്നെ സോഡ ബൈകാർബണേറ്റ്, അസറ്റിക് ആസിഡ്, നോർമൽ സലൈൻ, അതുപോലെ നമ്മുടെ വിപണിയിൽ ലഭ്യമായിട്ടുള്ള വാക്സ് ഡിസോൾവൻറ്റും. രോഗികൾ തന്ന വാക്സ് ഡിവൈഡ് ചെയ്ത് 6 ടെസ്റ്റ് ട്യൂബിനകത്താക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ജോലി. അപ്പോൾ ആദ്യം നമ്മൾ ഒലിവ് ഓയിലിന് വേണ്ടി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ടെസ്റ്റ് ട്യൂബിലേക്ക് ഈ വാക്സ് ഇടാൻ പോവുകയാണ്. അപ്പോൾ വാക്സ് ഇട്ട ശേഷം ഈ ടെസ്റ്റ് ട്യൂബിനകത്തോട്ട് ഒലിവ് ഓയിൽ പാചക ആവശ്യങ്ങൾക്കായി എൻ്റെ വീട്ടിൽ തന്നെ ഉള്ള ഒലിവ് ഓയിൽ എടുത്തുകൊണ്ട് വന്നതാണ്. വാക്സ് നിറച്ച ടെസ്റ്റ് ട്യൂബിലേക്ക് ഈ ഒലിവ് ഓയിൽ ഒഴിച്ചിരിക്കുന്നു. അത് നമ്മൾ സെഡിമെൻറ്റ് ചെയ്യാൻ വെക്കുകയാണ്. ഇനി നമ്മൾ ഇങ്ങനെ ഓരോ ടെസ്റ്റ് ട്യൂബിലും ഈ പറഞ്ഞ ഡിസോൾവൻസ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നു. രണ്ടാമത്തേത് ഹൈഡ്രജൻ പെറോക്സൈഡാണ്. സാധാരണ ഒരുപാട് വീഡിയോയുടെ താഴെ വരുന്ന ഒരു കമൻ്റാണ് ഹൈഡ്രജൻ പെറോക്സൈഡ് ചെവിയിൽ ഒഴിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ദൂഷ്യഫലം ഉണ്ടാവുമോ എന്നുള്ളത്. ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് ഒഴിച്ചാൽ വാക്സിന് എന്ത് സംഭവിക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം. ഹൈഡ്രജൻ പെറോക്സൈഡ് ഒഴിക്കുമ്പോൾ ഇതിങ്ങനെ പതഞ്ഞ് പൊന്തി വരുമെന്നാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന റിയാക്ഷൻ. അപ്പോൾ ഇതൊന്ന് കലങ്ങിയിട്ടുണ്ട്, വാക്സ് മുകളിലേക്ക് പൊന്തി വരികയും ചെയ്തിരിക്കുന്നു. എന്നാൽ നമ്മൾ ഒലിവ് ഓയിൽ ഒഴിച്ച ടെസ്റ്റ് ട്യൂബിൽ ഈ വാക്സ് പൊന്തി വന്നിട്ടില്ല. ഇനിയുള്ളത് സോഡ ബൈകാർബണേറ്റ് ആണ് നമ്മൾ ഒഴിക്കാൻ പോകുന്നത്. സോഡ ബൈകാർബണേറ്റ് എളുപ്പത്തിനായി നേരത്തെ സിറിഞ്ചിൽ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇതിനകത്തോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നു. സോഡ ബൈകാർബണേറ്റ് ഒഴിക്കുമ്പോഴും ചെറിയൊരു കലക്കം വന്നിട്ടുണ്ടെങ്കിലും ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ പോലെ ഇത് മുഴുവനായി പൊന്തി വന്നിട്ടില്ല. പിന്നെ ഉള്ളത് അസറ്റിക് ആസിഡാണ്. അസറ്റിക് ആസിഡ് നിങ്ങൾക്കറിയാം, വിനാഗിരിയിലുള്ള അതേ കണ്ടന്റ് തന്നെ. പക്ഷെ ഒരിക്കലും വിനാഗിരി എസൻസ് ഒന്നും ഒഴിച്ച് ചെവിയിൽ പരീക്ഷണം നടത്തരുത്. ഇതിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ചെവിയിൽ ഒഴിക്കാനായിട്ട് വിപണിയിൽ ലഭ്യമായിട്ടുള്ള അസറ്റിക് ആസിഡിനെ ഇങ്ങോട്ട് ഒഴിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അല്ലാതെ വീട്ടുപയോഗത്തിന് പാചക ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കുന്ന വിനാഗിരി അല്ല ഇതിലെടുത്തിരിക്കുന്നത്. സാധാരണ നമ്മൾ ചെവിയിൽ മരുന്ന് ഒഴിക്കുമ്പോൾ 2 or 3 തുള്ളി വാക്സ് അലിയാനായിട്ട് 3 നേരം ഒഴിക്കുക, എന്നിട്ട് ആ വശം ചെരിഞ്ഞ് കിടക്കുക എന്നുള്ളതാണ് പറയാറ്. അപ്പോൾ ഇതിലേക്ക് ഒരു ബോട്ടിൽ തന്നെ ഞാൻ മുഴുവനായിട്ടും നിറയ്ക്കുന്നുണ്ട്. അസറ്റിക് ആസിഡ് ഒഴിച്ചപ്പോഴും ഈ വാക്സ് പൊന്തി വന്നിട്ടില്ല, അതേപോലെ തന്നെ നിൽക്കുകയാണ്.
അസറ്റിക് ആസിഡിൻ്റെ അളവ് കുറവായി പോയി എന്ന് തോന്നിയതുകൊണ്ട് ഒരു ബോട്ടിലും കൂടി ഇതിലേക്ക് ഫില്ല് ചെയ്യാണ്. അപ്പോൾ അസറ്റിക് ആസിഡും അത്യാവശ്യം നല്ല അളവിൽ തന്നെ ഈ വാക്സിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പൊന്തി വന്നിട്ടില്ല, വാക്സ് അടിയിൽ തന്നെ സെറ്റിൽ ചെയ്ത് കിടക്കുകയാണ്. ഇനി നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് നോർമൽ സലൈൻ. നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ഉപ്പുവെള്ളം ഇതിലേക്ക് ഉപയോഗിക്കാൻ പാടുണ്ടോ എന്ന് പലരും സംശയമായിട്ട് ചോദിക്കാറുണ്ട്. എല്ലാത്തിനും ഉപ്പുവെള്ളം ഉപയോഗിക്കുന്നുണ്ടല്ലോ, ചെവിയിലെ വാക്സ് അലിയാൻ ഉപ്പുവെള്ളം ഉപയോഗിച്ചൂടെ? ചെവിയിൽ ഉപ്പുവെള്ളം എപ്പോഴും നമ്മൾ ഒഴിക്കാൻ വാക്സ് അലിയാനായിട്ട് ഒഴിച്ചു തുടങ്ങിയാൽ ചെവിയുടെ ഉള്ളിലെ pH മാറുകയും ഇത് ബാക്ടീരിയൽ അണുബാധയ്ക്കും ഫംഗൽ അണുബാധയ്ക്കും ഒക്കെ കാരണമാവും. എന്നിരുന്നാലും ഇത്തരം സംശയമുള്ളതുകൊണ്ട് ഈ ഒരു പരീക്ഷണത്തിനായി ഒരു ടെസ്റ്റ് ട്യൂബിൽ സലൈനും എടുക്കുന്നുണ്ട്. സലൈൻ ഒഴിച്ച ശേഷവും വാക്സ് ടെസ്റ്റ് ട്യൂബിൻ്റെ അടിയിൽ തന്നെയാണ് കിടക്കുന്നത്. അടുത്തതായിട്ട് ഞാൻ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് വിപണിയിൽ ലഭ്യമായിട്ടുള്ള ഒരു വാക്സ് ഡിസോൾവൻ്റ് ആണ്. സോഡിയം ഡൈ ഓക്ടൈൽ സൾഫോസക്സിനേറ്റ് എന്ന ചെവിയിൽ ഒഴിക്കുന്ന സൊല്യൂഷനാണ് ഇതിനായിട്ട് ഉപയോഗിക്കാൻ പോകുന്നത്. ഇത് ഒഴിക്കുമ്പോഴും വലിയ വ്യത്യാസമൊന്നും നമ്മൾ കാണുന്നില്ല. അപ്പോൾ ഇതും ആവശ്യത്തിനുള്ള അളവിലുള്ളതുകൊണ്ട് ഒരു ബോട്ടിൽ മാത്രമേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്കിനി മനസ്സിലാക്കേണ്ടത് ഇതിലേതാണ് ഏറ്റവും നല്ലത്, ഓരോന്നിൻ്റെയും ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഓരോന്നിൻ്റെയും ദൂഷ്യഫലങ്ങൾ എന്തൊക്കെയാണ്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻറ്റിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത്. ഒലീവ് ഓയിൽ വളരെ എളുപ്പത്തിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ്. സാധാരണ ഇറിറ്റേഷൻസോ അലർജിയോ ഒന്നും ഉണ്ടാക്കാറില്ല, നമ്മുടെ വീടുകളിൽ തന്നെ പലപ്പോഴും ഉണ്ടാവും. അപ്പോൾ ആ ഒലീവ് ഓയിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ സേഫ് ആയിട്ട് ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. എന്നാൽ വാക്സ് അലിയുമോ എന്നുള്ളത് നമുക്ക് എക്സ്പെരിമെൻറ്റിൻ്റെ അവസാനം തീരുമാനിക്കാം. രണ്ടാമതായിട്ടുള്ളത് ഹൈഡ്രജൻ പെറോക്സൈഡ്. ഈ ബോട്ടിൽ ഇപ്പോഴും പതഞ്ഞ് പൊന്തി തന്നെ നിൽക്കുന്നുണ്ട്. ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്തുനിന്ന് ഫ്രീ റാഡിക്കൽസ് വരും. അപ്പോൾ അത് ചെവിക്ക് ചെറിയൊരു പ്രശ്നമുണ്ടാക്കുന്ന ഒരു എലമെൻ്റാണ് ഈ ഫ്രീ റാഡിക്കൽസ്. അതുപോലെ തന്നെ സ്കിന്ന് എപ്പോഴും ഹൈഡ്രജൻ പെറോക്സൈഡ് ഇട്ട് കുതിർന്ന് നിന്നാൽ ഇത് ചെവിയിലെ അണുബാധകൾക്ക് കാരണമാവും. കുഴിനഖമൊക്കെ ഉള്ളവർ വീട്ടിലുണ്ടെങ്കിൽ മിക്കവാറും എല്ലാ വീടുകളിലും ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉണ്ടാവാറുമുണ്ട്. പിന്നെയുള്ളത് സോഡ ബൈകാർബണേറ്റ് ആണ്. ഈ സോഡ ബൈകാർബണേറ്റ് ഇപ്പോൾ വിപണിയിൽ തന്നെ സ്പ്രേ ആയിട്ട് ലഭ്യമായിട്ടുണ്ട് ചെവിയിൽ ഒഴിക്കാനായിട്ട്. നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലെല്ലാം വാക്സ് ഡിസോൾവൻ്റ് ആയിട്ട് കൊടുക്കുന്നതും ഈ സോഡിയം ബൈകാർബണേറ്റിൻ്റെ ഡ്രോപ്സ് ആണ്. അപ്പോൾ ഈ സോഡിയം ബൈകാർബണേറ്റിൻ്റെ ഒരു പ്രത്യേകത ഇത് ചെവിയുടെ pH മാറ്റും എന്നുള്ളതാണ്. പിന്നെ പേഷ്യൻറ്റിന് ഭയങ്കര ഒരു ഡ്രൈ ഫീൽ, ചെവി ഉണങ്ങിയിരിക്കുന്നത് പോലെ ഒരു ഫീലും ഉണ്ടാവും. സാധാരണ നമ്മുടെ ചെവിയുടെ ഉള്ളിലെ pH എന്ന് പറയുന്നത് ഒരു അസിഡിക് pH ആണ്. ഇത് ആൽക്കലൈൻ pHലേക്ക് മാറുമ്പോഴാണ് ചെവിയിൽ അണുബാധകൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുന്നത്. അപ്പോൾ ഈ സോഡിയം ബൈകാർബണേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ pH വ്യത്യാസം ഉണ്ടാക്കുന്ന ഒന്നാണ്. എന്നാൽ വിപണിയിൽ ലഭ്യമായിട്ടുള്ള ഒന്നാണ്. എല്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും ഇത് കിട്ടുകയും ചെയ്യും. അടുത്തതായിട്ടുള്ളത് അസറ്റിക് ആസിഡ്. ഇതും ചെവിയിൽ മറ്റാവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ വിപണിയിൽ ലഭ്യമായിട്ടുള്ള ഒന്നാണ്. എന്നാൽ ഇത് നമ്മുടെ വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുന്ന വിനാഗിരിയോ വിനാഗിരിയുടെ എസൻസോ അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇത് അസിഡിക് pH നൽകുന്ന ഒന്ന് തന്നെയാണ്. പിന്നെയുള്ളത് സലൈൻ. ഇത് ഉപ്പുവെള്ളമാണ്. ഹോസ്പിറ്റലിലെ പർപ്പസിനായിട്ട് തന്നിട്ടുള്ള സലൈനാണ് ഞാൻ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പല രോഗികളും ചോദിക്കാറുണ്ട് ഇത് വാക്സ് അലിയിക്കാൻ ഉപയോഗിച്ചൂടെ എന്നുള്ളത്. ഇത് ചെവിയുടെ ഉള്ളിൽ നിൽക്കുമ്പോൾ വെള്ളം തങ്ങി നിന്ന് പൂപ്പലുകൾ അഥവാ ഓട്ടോമൈക്കോസിസ് എന്ന ഇൻഫെക്ഷനുള്ള സാധ്യത കൂട്ടും. അതുകൊണ്ടാണ് പലപ്പോഴും ഈ ഉപ്പുവെള്ളം വാക്സ് അലിയാനായിട്ട് ചെവിയിൽ ഒഴിക്കരുത് എന്ന് പറയാനുള്ള കാരണം. അവസാനമായിട്ട് എടുത്തിരിക്കുന്നത് വിപണിയിൽ തന്നെ ലഭ്യമായിട്ടുള്ള വാക്സ് ഡിസോൾവൻ്റ് ആണ്. ഇതിൻ്റെ ആക്ഷൻ എങ്ങനെയുണ്ടെന്ന് നമുക്കൊരു 5 ദിവസം കഴിയുമ്പോൾ നോക്കാം. ചെവിയുടെ ഉള്ളിലെ ചെപ്പി അലിയിക്കാനായി 6 മരുന്നുകൾ ഉപയോഗിച്ച് നമ്മൾ പരീക്ഷണം നടത്തിയതിൻ്റെ 5ാമത്തെ ദിവസമാണിത്. നമുക്ക് ഈ റിസൾട്ട് ഒന്ന് കണ്ടു നോക്കാം.
ഇതിൽ 6 മരുന്നുകൾ കഴിഞ്ഞ 5 ദിവസമായി ചെപ്പിയിൽ ഇട്ട് വെച്ചിരിക്കുകയായിരുന്നു. യാതൊരു ഇളക്കവും തട്ടാതെ ഈ ടെസ്റ്റ് ട്യൂബിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത വിധമായിരുന്നു ഇതുണ്ടായിരുന്നത്. ആദ്യമായിട്ട് നമ്മൾ ഒലീവ് ഓയിലും ഹൈഡ്രജൻ പെറോക്സൈഡിലും എന്ത് വ്യത്യാസം സംഭവിച്ചു എന്ന് നോക്കാം. ഒലീവ് ഓയിൽ എപ്പോഴും എല്ലാവരും സജസ്റ്റ് ചെയ്യുന്നതാണ്, പ്രത്യേകിച്ചും കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ വളരെ നല്ലതാണെന്ന് പറഞ്ഞിട്ട്. എന്നാൽ ഈ ഒലീവ് ഓയിൽ ഒഴിച്ച വാക്സിന് യാതൊരു അനക്കവും സംഭവിച്ചിട്ടില്ല. അത് ടെസ്റ്റ് ട്യൂബിൻ്റെ അടിയിൽ തന്നെ അങ്ങനെ തന്നെ കിടക്കുകയാണ്. ഒന്ന് ലൂസാവുകയോ സോഫ്റ്റ് ആവുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഈ 5 ദിവസത്തിന് ശേഷം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പിന്നെയുള്ളത് ഹൈഡ്രജൻ പെറോക്സൈഡ്. ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് വാക്സിനെ നല്ലോണം അലിയിച്ചിട്ടുണ്ട്. ബ്രൗൺ കളറിലുണ്ടായിരുന്ന വാക്സൊക്കെ അലിഞ്ഞ് ഒരു വൈറ്റ് കളറിലായി. ഈ സൊല്യൂഷൻ ഫുള്ളായിട്ട് പതഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയാണ്. പതയില്ല, എന്നാലും കലങ്ങി നിൽക്കുന്ന ഒരവസ്ഥ. പക്ഷേ ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് അനാവശ്യമായിട്ട് യൂസ് ചെയ്താൽ ചെവിയുടെ തൊലിക്ക് കേടുവരാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഫ്രീ റാഡിക്കൽസ് വരുന്നത് കൊണ്ട് അത് നമ്മുടെ ചെവിയുടെ ആരോഗ്യത്തിന് നല്ലതുമല്ല. അതുകൊണ്ട് കഴിയുന്നതും ഹൈഡ്രജൻ പെറോക്സൈഡ് ചെവിയിൽ ഒഴിക്കാതിരിക്കുകയാണ് നല്ലത്. എന്നാൽ വാക്സ് അലിയിക്കാനുള്ള അതിൻ്റെ കഴിവ് വളരെ നല്ലതാണെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനും സാധിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉപയോഗിച്ചത് സോഡ ബൈകാർബണേറ്റ് സൊല്യൂഷനാണ് വാക്സ് അലിയിക്കാനായിട്ട്. ഇതും വളരെ ഇഫക്റ്റീവായിട്ട് തന്നെ ഈ വാക്സിനെ അലിയിച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ പീസസായി ഈ വാക്സ് നല്ലോണം അലിഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു വാക്സ് ഡിസോൾവൻ്റ് ആണ് ഈ സോഡ ബൈകാർബണേറ്റ്. ഇത് നമുക്ക് സുരക്ഷിതമായിട്ട് ഒരു 5 ദിവസം 2-3 തുള്ളി വെച്ച് വാക്സ് അലിയിക്കാനായിട്ട് ഉപയോഗിക്കാം. നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലെല്ലാം ഇതിൻ്റെ സപ്ലൈ ഉണ്ട് താനും. പിന്നെ ഞാൻ ഉപയോഗിച്ചത് അസറ്റിക് ആസിഡാണ്. ഇത് ചെവിയിൽ ഉപയോഗിക്കാവുന്ന അസറ്റിക് ആസിഡിൻ്റെ പ്രിപ്പറേഷനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ പോലും ഏകദേശം ഒരു ഒലിവ് ഓയിലിനെക്കാട്ടിലും കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടുണ്ടെങ്കിലും ഈ കറുത്ത വാക്സ് അതിൻ്റെ അടിയിൽ തന്നെ അലിയാതെ കിടക്കുകയാണ്. ഈ സൊല്യൂഷനും വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല, ഇതിങ്ങനെ തന്നെ നിൽക്കുന്നു. അപ്പോൾ ഈ അസറ്റിക് ആസിഡ് ചെവിയിൽ വാക്സ് അലിയാനായി ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു നല്ല സോൾവൻ്റ് അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കി. അടുത്തതായിട്ട് നമ്മൾ ഉപയോഗിച്ചത് നമ്മുടെ നോർമൽ സലൈനാണ്, ഉപ്പുവെള്ളം. ഈ ഉപ്പുവെള്ളം അവിടെ നിന്നതുകൊണ്ട് അടിയിലുള്ള വാക്സ് 5 ദിവസം കൊണ്ടൊന്ന് കലങ്ങി മറിഞ്ഞിട്ടുണ്ട്. അത് ചെറിയ ചെറിയ പീസുകളാവുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ ഉപ്പുവെള്ളം ചെവിയിലേക്ക് എത്തുന്നതിൻ്റെ ഒരു പ്രശ്നം ചെവിയിലെ ബാക്ടീരിയൽ അണുബാധയും പ്രത്യേകിച്ചും ഫംഗൽ അണുബാധകൾ ഉണ്ടാക്കാനുള്ള സാധ്യത കൂട്ടും. അതുകൊണ്ട് ഈ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ ഒരിക്കലും ഈ മരുന്ന് ഒഴിക്കരുത്. മരുന്നല്ല, ഉപ്പുവെള്ളം. എന്തിനും ഏതിനും ഉപ്പുവെള്ളം പ്രയോഗിക്കുക എന്നുള്ളത് ഒരു വീട്ടുവൈദ്യമാണ്. അതുകൊണ്ട് വാക്സ് അലിയിക്കാൻ വേണ്ടി കഴിയുന്നതും ഉപ്പുവെള്ളം എന്നും പ്രയോഗിക്കാതിരിക്കുക. പിന്നെ ഉള്ളത് നമ്മുടെ വിപണിയിൽ ലഭ്യമായിട്ടുള്ള ഒരു മരുന്നാണ് ഞാൻ ഇതിൽ ഉപയോഗിച്ചത്. സോഡിയം സൾഫോസക്സനേറ്റിൻ്റെ ചെവിയിൽ ഒഴിക്കുന്ന സൊല്യൂഷൻ. ഇതും വാക്സിനെ നന്നായിട്ട് തന്നെ അലിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ വാക്സ് ഡിസോൾവൻ്റ് ആയിട്ട് വിപണിയിലുള്ള മരുന്നുകളുടെ ഒപ്പം തന്നെ സോഡ ബൈകാർബണേറ്റിന് കഴിവുണ്ട്. അതുപോലെ തന്നെ ഹൈഡ്രജൻ പെറോക്സൈഡ് വളരെ നന്നായിട്ട് വാക്സിനെ അലിയിക്കുന്നുണ്ട്. എന്നാൽ ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള ഡിസഡ്വാൻറ്റേജസുമുണ്ട്. ഇതിൽ വളരെ സർപ്രൈസിങ് ആയിട്ട് കണ്ടത് ഈ ഒരു ഫൈൻഡിങ് ആണ്. നമ്മുടെ ഒലിവ് ഓയിൽ എപ്പോഴും കുഞ്ഞുങ്ങളുടെ ചെവിയിലൊക്കെ വാക്സ് അലിയാൻ ഉപയോഗിക്കാമെന്ന് ഞാനടക്കം പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ള ഒലിവ് ഓയിൽ ഈ വാക്സിനെ ഒന്ന് അനക്കിയിട്ടും കൂടിയില്ല. ഇത്തരം മരുന്നുകളെല്ലാം ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ചെവിയുടെ പാടയ്ക്ക് ഹോളൊന്നുമില്ല. ഈ മരുന്ന് ഒഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ചെവിക്ക് വേറെ കുഴപ്പമൊന്നും വരില്ല എന്ന് ഉറപ്പാക്കിയിട്ട് വേണം ഓരോ മരുന്നും ചെവിയിൽ പരീക്ഷിക്കാൻ. ഇനി നിങ്ങളുടെ ചെവിയിൽ എപ്പോഴെങ്കിലും വാക്സ് നിറയുമ്പോൾ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾക്ക് മുതിരുന്നതിന് മുമ്പ് ചെവിയുടെ പാടയ്ക്ക് ഹോളൊന്നുമില്ല എന്ന് ഉറപ്പാക്കിയ ശേഷം ഇഷ്ടാനുസരണം ഒരു മരുന്ന് തിരഞ്ഞെടുക്കാം. ഇതുപോലെയുള്ള ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ നമുക്ക് ഇനിയും നടത്തി നോക്കാം. അപ്പോൾ വളരെ അത്ഭുതപ്പെടുത്തുന്ന കണ്ടുപിടുത്തം നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റുകൾ രേഖപ്പെടുത്തുകയും ചെയ്യണേ.